നമസ്കാരം. വാർത്തകൾ വാസ്തവങ്ങളിലേക്ക് സ്വാഗതം. ഇന്ന് ജൂലൈ 25, 2024 വ്യാഴാഴ്ച. പ്രധാന വാർത്തകൾ വായിക്കുന്നതിന് മുമ്പ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയെക്കുറിച്ച് ചിലത് പറയണമെന്നുണ്ട്. അത് ഇന്ന് കേരളം എന്നല്ല, മലയാളികൾ എവിടെയുണ്ടോ അവിടെയെല്ലാം സുപരിചിതമായ അർജുൻ ഓടിച്ചിരുന്ന ലോറിയും അർജുനുമായി തിരോധാനം. ആ തിരോധാനത്തെക്കുറിച്ചുള്ള വാർത്തയിൽ നിർണായകമായ ചില വിവരങ്ങൾ ലഭിച്ച ദിവസം കൂടിയാണ് കഴിഞ്ഞ ദിവസം. ആ വാർത്തയുമായി ഉണ്ടായ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ, അതിൻ്റെ നടത്തിപ്പ്, ഇതിനെക്കുറിച്ചൊക്കെ സംസാരിക്കേണ്ടതായിട്ടുണ്ട്. നീണ്ട 9 ദിവസം കേരളം ഒന്നാകെ എന്നല്ല, മലയാളികൾ ഇവിടെയുണ്ട്, അവരെല്ലാവരും പ്രാർത്ഥിച്ചത് അർജുനൻ്റെ തിരിച്ചുവരവിനായിട്ടാണ്. നമുക്കറിയാം, കരയിലും അതേപോലെ പുഴയിലും രക്ഷാപ്രവർത്തകർ ഇറങ്ങി അവർ ജീവൻ പണയം വെച്ച് കടുത്ത വെല്ലുവിളികളെയും കാലാവസ്ഥകളെയും ഒക്കെ അതിജീവിച്ചാണ് ലോറിയും അകപ്പെട്ട അർജുനെയും തിരഞ്ഞത്. ഇവിടെ കേരളത്തിലാണെങ്കിൽ മകൻ്റെ തിരിച്ചുവരവിനായി അമ്മയും അച്ഛനും, ഭർത്താവിൻ്റെ തിരിച്ചുവരവിനായി ഭാര്യയും ഹൃദയം വിങ്ങിക്കൊണ്ട് കേണുകൊണ്ടേയിരുന്നു. ഒന്നും അറിയാതെ അർജുൻ്റെ കുഞ്ഞ് ആ അമ്മയുടെ മടിയിലിരുന്ന് പിതാവിനെ കാത്ത് പ്രതീക്ഷയോടെ കഴിയുന്നതും നമുക്ക് കാണേണ്ടതായിട്ട് വന്നു. കാലാവസ്ഥ ഒട്ടും അനുകൂലമായിരുന്നില്ല. അതൊരു യാഥാർത്ഥ്യമാണ്. കാലാവസ്ഥ എല്ലായ്പ്പോഴും പ്രതികൂലമായിരുന്നു. ഓരോ സന്ദർഭങ്ങളിലും, തെരച്ചിലിൻ്റെ ഓരോ സന്ദർഭങ്ങളിലും കാലാവസ്ഥ പ്രതികൂലമായിരുന്നു. എന്നിട്ടും അത്യാധുനിക സംവിധാനങ്ങൾ അടക്കം അവിടെ എത്തിച്ചു. സൈന്യവും നാവികസേനാ വിദഗ്ധരുമെത്തി. മണ്ണിടിഞ്ഞ വിവിധ ഇടങ്ങളിൽ സിഗ്നലുകൾ കണ്ടു. അവിടെയൊക്കെ ബുൾഡോസറുകളടക്കം എത്തിച്ച് മണ്ണ് മാന്തി പരിശോധിച്ചു. ഒടുവിൽ 9ാം ദിവസമാണ് ആ ശുഭവാർത്ത എന്നാൽ ട്രക്ക് എവിടെയുണ്ട് എന്നതിൻ്റെ ലൊക്കേഷൻ കൃത്യമായി മനസ്സിലാക്കിയത്. അത് അർജുനൻ്റെ ലോറിയാണെന്ന് ഇപ്പോൾ ഔദ്യോഗികമായി കർണാടക സർക്കാർ സ്ഥിരീകരിച്ചിരിക്കുകയാണ്. 15-ാം തീയതി ഇത്തരത്തിലൊരു ദുരന്തമുണ്ടായിട്ടും മണ്ണിടിഞ്ഞു, മലയിടിഞ്ഞു, ഗതാഗതം തടസ്സപ്പെട്ടു എന്നതിലുപരിയായി അതിനുള്ളിൽ ഒരു ട്രക്കും അല്ലെങ്കിൽ ട്രക്ക് വാഹനങ്ങളും മനുഷ്യരുമൊക്കെ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നറിയുന്നതും അതിൽ തെരച്ചിൽ നടക്കേണ്ടതുണ്ട് എന്നറിയുന്നതും കേരളത്തെ സംബന്ധിച്ചിടത്തോളം 18-ാം തീയതിയാണ്. അപ്പോഴാണ് നമ്മുടെ മാധ്യമപ്രവർത്തകർ വളരെ വലിയ രീതിയിൽ അതിലേക്ക് ശ്രദ്ധ ക്ഷണിക്കുകയും അവിടെ എത്തിച്ചേരുകയും ഒക്കെ ചെയ്യുന്നത് അതിനുശേഷമാണ്. നമ്മൾ ആ വാർത്ത ഫോളോ ചെയ്യുന്ന ഈ നാട്ടിലെ സാധാരണക്കാരോടും അവർ മനസ്സിലാക്കിയ ചില സംഗതികൾ, ഇവിടെ മാധ്യമങ്ങളുടെ നിലപാടുകളെക്കുറിച്ച് നമുക്ക് വിമർശിക്കേണ്ടതായിട്ടുണ്ട്. തീർച്ചയായിട്ടും മാധ്യമങ്ങളാണ് ഈ സംഭവം ഇത്രയേറെ ശ്രദ്ധയിൽ കൊണ്ടുവന്നതും ഇന്ന് അവിടെ വളരെ അതീവ ജാഗ്രതയോടെയുള്ള തിരച്ചിൽ പ്രവർത്തനങ്ങൾ നടത്തുന്നെങ്കിൽ അതിനെല്ലാം അവസരമുണ്ടാക്കിയതിൽ മാധ്യമങ്ങൾക്കുള്ള പങ്ക് നിർണായകമാണ്. എന്നിരുന്നാലും മാധ്യമങ്ങളുടെ ചില ഇരട്ടത്താപ്പുകൾ കൂടി ഇവിടെ കാണിക്കേണ്ടതായിട്ടുണ്ട്. ഏകദേശം 18-ാം തീയതിക്ക് ശേഷം അവിടെ നമ്മൾ കാണുന്ന കാഴ്ച, അതിനുശേഷമാണ് നമ്മളെല്ലാം അവിടേക്ക് ശ്രദ്ധ ചെലുത്തുന്നത്. അതിന് മാധ്യമങ്ങളാണ് കാരണവും. അവിടെ കാണുന്നത് യാതൊരു ശ്രദ്ധയുമില്ലാതെ കണ്ട് 1-2 മണ്ണുമാന്തി യന്ത്രങ്ങൾ, 2 അതിലധികമോ മണ്ണുമാന്തി യന്ത്രങ്ങൾ, 1-2 അല്ല, 2-ൽ കൂടുതലുണ്ട്, ചിലപ്പോൾ 2, 3, 4 അവയും അവ മണ്ണ് നിറയ്ക്കുന്ന ട്രക്കുകളും മാത്രമാണ് അവിടെ ഉണ്ടായിരുന്നത്. അതിൻ്റെ ശ്രദ്ധ റോഡ് ക്ലിയർ ചെയ്യുക എന്നുള്ളത് മാത്രമാണ്, ഹൈവേ ക്ലിയർ ചെയ്യുക എന്നുള്ളതല്ലാതെ ലോറിയോ അതിൽ കുടുങ്ങിക്കിടക്കുന്ന മനുഷ്യനെയോ മറ്റു വാഹനങ്ങളോ മനുഷ്യരെയോ ഒന്നും കണ്ടെത്തുക എന്നതായിരുന്നില്ല. വളരെ അരക്ഷിതമായ ഒരവസ്ഥ, യാതൊരു ഉത്തരവാദിത്വമില്ലാതെ യാന്ത്രികമായി ചെയ്യുന്നൊരവസ്ഥ, ഇതൊരു യാഥാർത്ഥ്യമാണ്. കർണാടക സർക്കാരിൻ്റെ നേതൃത്വത്തിൽ 2-3 ദിവസം നടന്നത് ഇത്തരത്തിലുള്ള അനാസ്ഥയായിരുന്നു എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ആ അനാസ്ഥ കൃത്യമായി മാധ്യമങ്ങൾ പൊതുജന സമക്ഷം ശ്രദ്ധയിൽ, അല്ലെങ്കിൽ അധികാരികളുടെയും എല്ലാ വിഭാഗം ആൾക്കാരുടെയും ശ്രദ്ധയിൽ കൊണ്ടുവരികയും ചെയ്തിട്ടുണ്ട്. എന്നാൽ അതിനുശേഷം കേരളത്തിൽ നിന്ന്
ചില സന്നദ്ധ പ്രവർത്തകർ, ഇപ്പം രഞ്ജിത്ത് ഇസ്രായേലിയെ പോലെയുള്ള ആൾക്കാരെത്തുന്നു. അവരൊക്കെ ഇപ്പം ഞങ്ങളെക്കൊണ്ടുള്ള സാധാരണക്കാർ കേൾക്കുന്നത് ഈ സംഭവവുമായി ബന്ധപ്പെട്ടാണ്. അവർക്ക് നിരവധി സംഭവങ്ങളിൽ ഇതേപോലെയുള്ള ദുരന്തങ്ങളിൽ പങ്കെടുത്ത് ദുരന്ത നിവാരണം നടത്തിയതിൻ്റെ പരിചയമൊക്കെയുള്ള ആൾക്കാരാണ്. അങ്ങനെയുള്ള ആൾക്കാരെ ഉപയോഗപ്പെടുത്തി ഈ അന്വേഷണം തെരച്ചിൽ ദ്രുതഗതിയിലാക്കുന്നതിനു പകരം കർണാടക സർക്കാർ ഏതാണ്ട് പ്രതികാര നടപടിയോടെ തങ്ങൾ മാത്രം ചെയ്തോളൂ, ആരും ഇടപെടേണ്ട, ഞങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചെയ്യുമെന്ന രീതിയിൽ തികഞ്ഞ അനാസ്ഥയാണ് കാട്ടിയത്. അപ്പോഴാണ് പിന്നീട് ഇത് വലിയ വിമർശനവും തർക്കവും ഒക്കെ ആകുന്നു. മലയാള മാധ്യമങ്ങളും രഞ്ജിത്ത് ഇസ്രായേലിയും അതുപോലെ കേരളത്തിൽ നിന്നെത്തിയ സന്നദ്ധ പ്രവർത്തകരും ഒരു ചേരിയിലും കർണാടക സർക്കാർ മറുചേരിയിലും അവർ നിയന്ത്രിക്കുന്ന അവരുടെ ഉത്തരവാദിത്വത്തിൽ വന്ന സൈന്യവും ദുരന്ത നിവാരണ സേനയുമൊക്കെ വേറൊരു ചേരിയിലും നിന്ന് പരസ്പരം മല്ലടിക്കുന്ന അല്ലെങ്കിൽ പരസ്പരം തർക്കിക്കുന്ന ഒരവസ്ഥ നമ്മൾ കണ്ടു. ഇതൊക്കെ വളരെ വലിയ കഷ്ടമുള്ള ഏർപ്പാടുകളാണ്. രഞ്ജിത്ത് ഇസ്രായേലിക്ക് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലെല്ലാം നടത്തോട്ടെ എന്ന് തീരുമാനിക്കുന്നത് കർണാടകയുടെ തികഞ്ഞ അനാസ്ഥയാണ്. നേരെ മറിച്ച് അവിടെ നാഥനില്ല കളരിയായിരുന്നപ്പോൾ ഒരു ഘട്ടത്തിൽ അതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ടി വന്നയാളാണ് ഈ രഞ്ജിത്ത് ഇസ്രായേലി എന്ന് പറയുന്നയാൾ. അദ്ദേഹത്തിൻ്റെ കഴിവുകളും അദ്ദേഹത്തിൻ്റെ കുറവുകളും മാനിച്ച് അതിനെ ഉപയോഗപ്പെടുത്തേണ്ട ഉത്തരവാദിത്വമുള്ള സർക്കാർ അതിന് തുനിഞ്ഞില്ല. മറിച്ച് അദ്ദേഹം പറയുന്നതനുസരിച്ച് 4-ാം ദിവസം അല്ലെങ്കിൽ 5-ാം ദിവസം സൈന്യവും ഒക്കെ ദുരന്ത നിവാരണ സേനയും ഒക്കെ പ്രവർത്തിക്കുന്നതാണ് നമ്മൾ കണ്ടത്. ഇതൊരു വലിയ ഗതികേടാണ്. എന്താണ് ഇപ്പോൾ എന്നിട്ട് അതിനുശേഷം അവിടെ നമ്മൾ പറയുന്നത് പറഞ്ഞാൽ മാധ്യമങ്ങളും റിപ്പോർട്ടർ ചാനൽ ഉൾപ്പെടെയുള്ള അരുൺകുമാർ അവിടെ നേരിട്ടെത്തി. അരുൺകുമാർ ഉൾപ്പെടെയുള്ള ആൾക്കാർ ഇവിടുന്ന് വന്ന രക്ഷാപ്രവർത്തകരെയും രഞ്ജിത്ത് ഇസ്രായേലിക്കും ഒപ്പം നിലകൊള്ളുകയാണ് ഉണ്ടായത്. അവർ പറയുന്ന കാര്യങ്ങളെ അതേപടി പലപ്പോഴും അരുൺകുമാർ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ കരയ്ക്കത്തെ മണ്ണ് മാറ്റുന്നത് സംബന്ധിച്ച് അരുൺകുമാറിൻ്റെ അവിടെ നിന്നുള്ള വിവരണം വളരെ ശ്രദ്ധയോടെ കേട്ട ഒരാളാണ് ഞാൻ. അദ്ദേഹം രഞ്ജിത്ത് ഇസ്രായേലികൾക്ക് ഉൾപ്പെടെയുള്ള ആൾക്കാർ അവിടെ മണ്ണുമാന്തലിൻ്റെ നേതൃത്വം കരയിൽ നടക്കുമ്പോൾ എന്തുകൊണ്ട് അതുവരെ ഈ 2-3 അല്ലെങ്കിൽ 4 മണ്ണുമാന്തി ഉപയോഗിച്ച് മാന്തിയിരുന്ന മണ്ണ് അവർ സമയമെടുത്ത് 3 കിലോമീറ്റർ അപ്പുറത്തെങ്ങാണ്ടാണ് കൊണ്ടിട്ടിരുന്നത്. ഇത് സമയം വേസ്റ്റാക്കിയല്ല, ഇതെന്തുകൊണ്ട് നേരെ പുറകോട്ട് ആ നദിയുടെ തീരത്തേക്ക് തന്നെ തള്ളിക്കൂടാ. കുറച്ച് കഴിഞ്ഞപ്പോൾ അങ്ങനെ രഞ്ജിത്ത് ഇസ്രായേലിലേക്ക് വന്നതിന് ശേഷം അങ്ങനെ തള്ളാൻ തുടങ്ങി, മണ്ണ് തള്ളാനായിട്ട് തുടങ്ങി. അപ്പോൾ അതല്ലേ വേണ്ടിയിരുന്നു, നേരത്തെ ഇവരെന്ത് ചെയ്തില്ല എന്നൊക്കെ വിമർശനം ഉന്നയിച്ചവരാണ്. പക്ഷേ സ്ഥിതി തീരപ്രദേശത്ത് നദിയിൽ തന്നെയാണ് ലോറി കുടുങ്ങിക്കിടക്കുന്നത് എന്നറിഞ്ഞപ്പോൾ ഇവരെല്ലാം പെട്ടെന്ന് അങ്ങോട്ട് കാല് മാറി. സർക്കാരിൻ്റെയും ഔദ്യോഗിക നേതൃത്വത്തിൻ്റെയും അത് പറയുന്നത് മുഴുവൻ അതേപോലെ വിഴുങ്ങി. അവർ പറയുന്നത് ശരി അംഗീകരിക്കരുതെന്നല്ല പറയുന്നത്. എന്ന് മാത്രമല്ല കേരളത്തിൽ നിന്നെത്തിയ രഞ്ജിത്ത് ഇസ്രായേലിയെയും സന്നദ്ധ പ്രവർത്തകരെയും തള്ളി. അവരൊന്നും വൈദഗ്ധ്യമില്ലാത്തവരാണ്, അവരെയൊക്കെ അകറ്റി നിർത്തുക എന്നുള്ളതാണ് ശരി എന്നുള്ള രീതിയിൽ സംസാരിക്കുന്നു. ഇത് തികച്ചും തെറ്റായൊരു പ്രവണതയാണ്. നേരെ മറിച്ച് എന്താണ് നമ്മൾ വസ്തുതാപരമായി കാര്യങ്ങളെ കാണണം. മാധ്യമങ്ങളും അതല്ല ചെയ്യേണ്ടത്. ഈ രഞ്ജിത്ത് ഇസ്രായേലി ഉൾപ്പെടെയുള്ള ആൾക്കാരെത്തിയപ്പോൾ അവരുടെ നേതൃത്വത്തിൽ നടന്നു എന്ന് തന്നെ വലിയൊരു തെറ്റാണ്. അത് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും അധികൃതരുടെ ഭാഗത്തു നിന്നുമുള്ള അനാസ്ഥയാണ്. അവർ നേതൃത്വം നൽകി ദീർഘകാല പരിചയവും ട്രെയിനിങ്ങും ഒക്കെയുള്ള സൈന്യവും ദുരന്ത നിവാരണ സേനയും ഒക്കെ അവിടെ ഉള്ളപ്പോൾ അവരുടെ ഭാഗത്തു നിന്നൊരു കോർഡിനേഷൻ, ഏതെങ്കിലും ഒരു വിഭാഗത്തിൻ്റെ ഭാഗത്തു നിന്ന് കോർഡിനേഷൻ ഉണ്ടായി. അതിൽ രഞ്ജിത്ത് ഇസ്രായേലിയെ പോലെയുള്ള ആൾക്കാരുടെ അനുഭവം, കേരളത്തിൽ നിന്നെത്തിയ സന്നദ്ധ പ്രവർത്തകർ വെള്ളത്തിൽ ആഴത്തിൽ നീന്തി പ്രവർത്തിച്ച് പരിചയമുള്ള ആൾക്കാർ, അതൊക്കെ ഉപയോഗപ്പെടുത്തുകയായിരുന്നു വേണ്ടത്. മറിച്ച് കരയിൽ മാത്രം കേന്ദ്രീകരിച്ച് കേരളത്തിൽ നിന്നും ആൾക്കാർ എത്തുമ്പോൾ തെരച്ചിൽ നടത്താനുള്ള പ്രധാന കാരണം, ഒന്ന്, പുഴയിലും മറ്റും തെരച്ചിൽ നടത്തുന്നു. നേവി എപ്പോഴും തെരച്ചിൽ നടത്തുന്നുണ്ട്. തെരച്ചിൽ നടത്തി അവിടെ ഒന്നുമില്ല എന്നുള്ള ഒരു തരത്തിൽ അതൊന്നും കണ്ടെത്താൻ കഴിയാത്ത ഒരു അവസ്ഥ നിലനിൽക്കുന്നു. ഒന്ന്. 2, 45 ടൺ ഭാരമുള്ള ലോറിയും ലോഡും കൂടി ഒഴുകിപ്പോകാൻ സാധ്യതയില്ല. ഇത് രഞ്ജിത്ത് ഇസ്രായേലി മാത്രം പറഞ്ഞതല്ല. ഇവിടുന്ന് പോയവർ, ഈ ചാനലുകാരെ അരുൺ ഉൾപ്പെടെയുള്ള ആൾക്കാർ ആദ്യത്തെ നിലപാട് അതായിരുന്നു. ഇവിടുന്നുള്ള ശേഖർ കുര്യാക്കോസ് ഉൾപ്പെടെ ആദ്യം പറഞ്ഞതും ശരിയാണ്. ആദ്യത്തെ അവരുടെ നിഗമനം അങ്ങനെ തന്നെ ആയിരുന്നു. അതിൽ കുറച്ചാൾക്കാരെ മാത്രം കുറ്റപ്പെടുത്തുന്നത് ശരിയല്ല. അന്ന് ആദ്യത്തെ മലയാളികൾ ഇവിടുന്ന് അവിടെ എത്തുകയും പത്രപ്രവർത്തകർ വാർത്ത ജനങ്ങളിൽ എത്തിക്കുകയും ചെയ്ത ദിവസം റിപ്പോർട്ടർ ചാനൽ കൺസൾട്ട് ചെയ്ത വിദഗ്ധരിൽ നല്ലൊരു വിഭാഗവും പറഞ്ഞത് ലോറി കരയിൽ തന്നെ ഉണ്ടാകാമെന്നാണ്. അതായത് വിദഗ്ധരല്ലാത്ത രഞ്ജിത്ത് ഇസ്രായേലി മാത്രമൊന്നുമല്ല പറഞ്ഞത്, അല്ലെങ്കിൽ ഇവിടുന്ന് പോയ ആൾക്കാർ മാത്രമല്ല പറഞ്ഞത്. രണ്ടാമത്തെ കാരണം ടെലഫോൺ റിങ് ചെയ്തിരുന്നു. 3 ദിവസത്തിന് ശേഷവും
ടെലഫോൺ റിങ് ചെയ്തിരുന്നു എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അത് ശരിയാണെങ്കിൽ കരയിലാകാനാണ് സാധ്യത. ആ നിഗമനത്തിൽ എന്താണ് തെറ്റ്? അതേപോലെ വേറെ സിഗ്നൽ ഇൻ്റർനെറ്റ് വഴി കിട്ടിയ ലോറിയുടെ ഭാരത് ബെൻസിൻ്റെ ഓഫീസിൽ കിട്ടിയെന്ന് പറയുന്ന സിഗ്നൽ, അതും കരയിലാണ് ലോറിയുള്ളത് എന്ന തരത്തിലാണ് അതിൻ്റെ ലൊക്കേഷൻ കാണിച്ചത്. ഇത് രണ്ടും വസ്തുതാവിരുദ്ധമാണ്. ഇങ്ങനെ നടന്നിട്ടില്ല. ഈ സിഗ്നൽ കിട്ടിയത് വേറെ ഏതോ വാഹനത്തിൻ്റെ ആണെന്ന് പിന്നീട് പറയുന്നത്. ഇത് സ്ഥിരീകരിക്കേണ്ടത് മാധ്യമങ്ങളുടെ കൂടെ ജോലിയാണ്. വൈകാരികമായി ജനങ്ങളെ ഇളക്കി പറയുക എന്നുള്ളത് മാത്രമല്ല ജോലി. ഇത് ശരിയാണോ? ഭാരത് ബെൻസിൻ്റെ ഓഫീസിൽ പോയി ഏത് വാഹനത്തിൻ്റെ ആണെന്ന് കൃത്യമായി എടുക്കേണ്ടത് അധികൃതരുടെ ജോലിയാണ്. ആദ്യമായിട്ട് സർക്കാരിൻ്റെ ജോലിയാണ്. ഇതുമായി ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാരുടെ ജോലിയാണ്. അവരത് സ്ഥിരീകരിക്കുന്നില്ല. ടെലഫോൺ റിങ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളതും ശാസ്ത്രീയമായി അനലൈസ് ചെയ്ത് സ്ഥിരീകരിക്കാവുന്നതാണ്. അതിനൊന്നും ശ്രദ്ധ ചെലുത്താതെ ഈ രണ്ട് സംഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കരയിലായിരിക്കണം വാഹനം. ഇത് രണ്ടും ഇപ്പോൾ തെറ്റായിട്ടുള്ള വിവരങ്ങളാണ്. വിവരങ്ങളിൽ തെറ്റ് സംഭവിച്ചു എന്നാണ് പറയുന്നത്. ഈ തെറ്റാണ് രഞ്ജിത്ത് ഇസ്രയേലിയെയും മറ്റുള്ളവരെയും കൊണ്ട് കരയിൽ തിരയാനായിട്ട് പ്രേരിപ്പിച്ചത്. ആ മണ്ണ് തീരത്ത് കൊണ്ടിട്ടു എന്നുള്ളത്, ഇപ്പോൾ ഊറി കിടക്കുന്ന പ്രദേശത്തിനടുത്ത് കൊണ്ട് ഇട്ടു അല്ലെങ്കിൽ അതിന് മീതെ കൊണ്ടിട്ടു എന്നുള്ളതും വലിയ തെറ്റാണ്. അപ്പോൾ അത് പിന്നീട് അത്യാധുനിക യന്ത്രങ്ങളും സംവിധാനങ്ങളും എത്തുന്നു. ഈ പറയുന്ന യന്ത്ര സംവിധാനങ്ങളും സംഗതികളും സാങ്കേതികതയും ഒക്കെ നേരത്തെ എത്തിയിരുന്നെങ്കിൽ നേരത്തെ തന്നെ ഈ ലൊക്കേഷൻ കണ്ടെത്താൻ പറ്റുമായിരുന്നു. ഇപ്പോൾ ലൊക്കേഷൻ കണ്ടെത്തിയ ഡിവൈസുകൾ, യന്ത്രങ്ങൾ അല്ലെങ്കിൽ ഉപാധികൾ അവിടെ നേരത്തെ എത്തിയിരുന്നെങ്കിൽ നേരത്തെ കണ്ടെത്താവുന്നതേ ഉള്ളൂ. അതിന് ലോക്കൽസിന് കഴിവില്ല, വൈദഗ്ധ്യമില്ല. അവരെ അകറ്റേണ്ടുന്ന ഒരു അവസ്ഥ. മാധ്യമങ്ങളും അതിന് കൂട്ടുനിൽക്കുക, അരുണിനെ പോലെയുള്ള ആൾക്കാരും അതിന് കൂട്ടുനിൽക്കുക ഒന്നുമല്ല വേണ്ടിയിരുന്നത്. അവരെ അവരുടെ കഴിവുകളും പരിമിതികളും മനസ്സിലാക്കി ഉപയോഗപ്പെടുത്തുകയാണ്. ഈ യന്ത്രത്തിലും സംഗതികളിലൊക്കെ അമിത വിശ്വാസമുള്ള ആൾക്കാർ ഒന്നും മനസ്സിലാക്കേണ്ട. തീർച്ചയായിട്ടും അവയെ മാനിക്കണം. അവ നേരത്തെ അതിനൊക്കെ ഇന്ത്യയെ പോലൊരു രാജ്യത്ത് കേവലം 25, 30, 50 അടി താഴത്തുള്ള ഒരു സംഗതി എന്താണെന്ന് കണ്ടെത്താൻ ആധുനിക സാങ്കേതിക വിദ്യയ്ക്ക് കഴിയില്ല എന്ന് പറഞ്ഞാൽ ഈ രാജ്യം എവിടെ എത്തി നിൽക്കുന്നു എന്നാണ്. അലംഭാവമാണ്. നേരത്തെ കൊണ്ടുവരേണ്ടുന്ന സംഗതികൾ വളരെ വൈകിയാണ് എത്തിച്ചത് എന്നത് തന്നെയാണ് അതിൻ്റെ കാരണം. നേരത്തെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് കോർഡിനേറ്റ് ചെയ്യേണ്ട ആൾക്കാർ അവസാനമാണ് ജാഗ്രത. അത് ഈ മാധ്യമങ്ങളുടെയൊക്കെ പ്രവർത്തന ഫലമായി മലയാളികൾ മുഴുവൻ ഒന്നടങ്കം അവിടോട്ട് ശ്രദ്ധ കൊടുത്തു. ലോകം മുഴുവൻ ശ്രദ്ധിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായപ്പോൾ മാത്രമാണ് ഈ ജാഗ്രതയും സംഭവമൊക്കെ ഉണ്ടായത്. ഇനി മറ്റൊരു സംഭവം പറയാം. അതിതാണ് പെരുമൺ ദുരന്തം. 1988 എൻ്റെ ഓർമ്മ. 1988 പെരുമൺ ദുരന്തം. ആ ദുരന്തത്തിൽ ഈ ട്രെയിനിൻ്റെ ബോഗികൾ വെള്ളത്തിൽ കായലിൽ മുങ്ങിക്കിടക്കുകയാണ്. സൈന്യമൊക്കെ എത്തിയിട്ടുണ്ട്. നേവി എത്തി, സൈന്യം എത്തി. അത് കരയിലേക്ക് എത്തണം. കലാസികൾ എന്നൊരു വിഭാഗം കേരളത്തിലുണ്ട്, മലബാറിൽ. മാപ്പിള കലാസികൾ. ഈ കലാസികൾ അവിടെ എത്തി. അവരെ ആരും ക്ഷണിച്ചിട്ടില്ല. അവരവിടെ ചെന്നു. പക്ഷേ സൈന്യത്തിനൊന്നും ലോക്കൽസ് ഇവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവരെ പിറ്റേ ദിവസം ഉച്ചവരെ ചുമ്മാതിരുന്നു എന്നാണ്. അവരെ കൊണ്ടൊന്നും ചെയ്യിച്ചില്ല. പിന്നീടാണ് അവർ നിരന്തരം അഭ്യർത്ഥിച്ചിട്ടാണ്, പുച്ഛത്തോടെ കളിയാക്കിക്കൊണ്ടാണ് അവരെ വെള്ളത്തിലിറക്കാനായിട്ട് ഈ സൈന്യവും നേവിയൊക്കെ അനുവദിച്ചത്. പക്ഷേ അവർ വെള്ളത്തിലിറങ്ങി ഇവർക്ക് ചെയ്യാൻ പറ്റാത്തത് അവരുടേതായിട്ടുള്ള പ്രായോഗിക ജ്ഞാനത്തിൽ. അവിടെ പ്രായോഗിക ജ്ഞാനത്തിനും റോളുണ്ട്. അവർ ഒരു ബോഗി കരയ്ക്ക് അടുപ്പിച്ചപ്പോഴാണ് അവരുടെ കഴിവെന്താണെന്നുള്ളത് സൈന്യത്തിന് മനസ്സിലായത്. പിന്നെ സൈന്യവും അവരും കൂടെ ചേർന്നാണ് ഈ പ്രവർത്തനം നടത്തുന്നത്. സ്കൂബ ഡൈവേഴ്സ് ലോക്കൽസായിട്ട് ഇവിടുന്ന് കേരളത്തിൽ നിന്ന് പോയിട്ടുള്ള ആൾക്കാരുണ്ട്. അവരൊക്കെ ഒരു പക്ഷേ ജീവൻ പണയം വെച്ച് രാത്രിയാണെങ്കിലും അവിടെ ഇറങ്ങി തെരച്ചിൽ നടത്താൻ സന്നദ്ധരാണ്. അവർ ചെയ്തിട്ടുണ്ട്. ഈ ഗംഗാവാലി പുഴ എന്ന് പറയുന്നത് കേരളത്തിലെ 40-ലധികം പുഴകളിൽ നിന്ന് വ്യത്യസ്തമായൊന്നുമല്ല. അവർക്ക് അവരുടെ അനുഭവജ്ഞാനമുണ്ട്. എന്നാൽ അതിനെ നിയന്ത്രിച്ചുകൊണ്ട്, അതിനെ കൺട്രോൾ ചെയ്തുകൊണ്ട്, അതിന് നേതൃത്വം കൊടുത്തുകൊണ്ട് അധികൃതർ, അത് സൈന്യമായാലും ദുരന്ത നിവാരണ സേനയാണെങ്കിലും ആരാണോ അതിന് നേതൃത്വം നൽകുന്നത്, നേവി ആണെങ്കിൽ അവരുടെ ഒരു കോർഡിനേഷൻ ഉണ്ടായി ഔദ്യോഗിക തലത്തിൽ നേതൃത്വം നൽകുക എന്നതായിരുന്നു. അല്ലാതെ അവർ ചില സത്യങ്ങൾ വിളിച്ചു പറയും, അവരെ ഓടിച്ചു വിടുക. അവർ പറയുന്ന കരയ്ക്ക് കണ്ടല്ലോ, കരയ്ക്ക് കാണാതിരുന്നതിന് ഇവരെല്ലാവരും ഉത്തരവാദിത്വമാണ്. അല്ലെങ്കിൽ കരയിലില്ല അതെന്ന് ഉറപ്പാക്കുന്ന കാര്യത്തിൽ ആദ്യം വീഴ്ച വരുത്തിയത് ഈ പറയുന്ന ആധുനിക സജ്ജീകരണങ്ങൾ അവിടെ എത്താൻ വൈകി എന്നത് തന്നെയാണ്. ലഭ്യമായ അറിവുകൾ ഫോണിൽ നിന്ന് 3 പ്രാവശ്യം വിളിച്ചു, 3 ദിവസത്തിന് ശേഷം ഫോൺ ബെല്ലടിച്ചു. ഇൻ്റർനെറ്റ് സിഗ്നലുകൾ ഭാരത് ബെൻസിൻ്റെ ഓഫീസിൽ ലഭിച്ചു. ഇങ്ങനെയൊക്കെയുള്ള വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് കരയിൽ തെരച്ചിൽ നടത്തിയത്. ഏതായാലും അവിടെ നടന്ന ഇത്തരം സംഭവങ്ങൾ ഒട്ടും ആശാസ്യകരങ്ങളായിരുന്നില്ല. എന്നാൽ ഇപ്പോൾ വളരെ നല്ല രീതിയിൽ തെരച്ചിലുകൾ നടക്കുന്നു. ഇന്നലെ 9ാം ദിവസം
ലോറി ലൊക്കേറ്റ് ചെയ്തു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോഴും നമ്മൾ മനസ്സിലാക്കണം, ഈ സമ്മർദ്ദവും മാധ്യമങ്ങളും ജനങ്ങളുടെ ഒറ്റക്കെട്ടായിട്ടുള്ള നിലപാടുകളും കേരളത്തിൽ നിന്ന് ആൾക്കാരെത്തിയ ഒരവസ്ഥയും ഒക്കെ ഇല്ലെങ്കിൽ ഇത്ര ജാഗ്രതയോടെ ഇത് നടക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കുവാൻ കഴിയില്ലായിരുന്നു. അവർ റോഡ് ക്ലിയർ ചെയ്തിട്ട് പോവുകയേ ഉള്ളായിരുന്നു. ഇത് എഴുതിത്തള്ളുന്ന ഒരു കേസായിട്ട് മാറുമായിരുന്നു. അവിടെ കേരളത്തിൽ നിന്ന് എത്തിയ ഓരോരുത്തരും നമ്മൾ അഭിമാനത്തോടെ ആദരവോടെ കാണേണ്ടതായിട്ടുണ്ട്. കേരളം ഒറ്റക്കെട്ടായി നിന്നത്, കേരള സർക്കാരിൻ്റെ ശ്രമങ്ങൾ, പ്രതിപക്ഷത്തിൻ്റെ ശ്രമങ്ങൾ, ഇതിനെയൊന്നും അവജ്ഞയോടെ നമുക്ക് കാണാൻ കഴിയുകയില്ല. ഇതാണ് ആ സംഭവമായാലും ഇന്ന് ലോറി ലൊക്കേറ്റ് ഇന്നലെ ലോറി ലൊക്കേറ്റ് ചെയ്തിരിക്കുകയാണ്. ഇന്ന് തീർച്ചയായും ലോറി കണ്ടെത്താനായിട്ട് കഴിയും. ജനങ്ങൾ കാത്തിരിക്കുന്ന പ്രിയപ്പെട്ട അർജുനനെ ഉൾക്കൊള്ളുന്ന ലോറി പുറത്തെടുത്ത് കരയിലെത്തിക്കുവാൻ കഴിയും എന്ന് തന്നെയാണ് നമ്മുടെ പ്രതീക്ഷ. ഇതാണ് ആ വിഷയവുമായി ബന്ധപ്പെട്ട് ഇന്ന് വാസ്തവങ്ങളിൽ അറിയിക്കുവാനുള്ളത്. ആരെയും കുറച്ച് കാണിക്കരുത്, ആരെയും ഒട്ടും അധികമായിട്ടും കാണരുത്. ഇതാണ് ഇത് വിഷയത്തിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ടുന്നതായ സംഗതി. ഓരോരുത്തർക്കും അവരവരുടേതായ റോളുണ്ട്. അത് ഉപയോഗപ്പെടുത്തുന്നത് അതിൻ്റെ സംഘാടകരുടെ, അത് ഓർഗനൈസ് ചെയ്യുന്നവരുടെ കഴിവാണ്. ആ കഴിവിൻ്റെ അഭാവം ഈ ഓപ്പറേഷനിൽ തീർച്ചയായിട്ടും ഉണ്ടായിരുന്നു. അത് ഗുരുതരമായ വീഴ്ച തന്നെയാണ്. ഇന്ത്യ പോലൊരു ആധുനിക രാജ്യത്തിന് ഒട്ടും ചേരുന്നതല്ല. മറ്റ് വാർത്തകളിലേക്ക്. കെട്ടിട നിർമ്മാണ പെർമിറ്റ് ഫീസ് നിരക്ക് 60% വരെ വെട്ടിക്കുറച്ച് സംസ്ഥാന സർക്കാർ. 81 മുതൽ 300 ചതുരശ്ര മീറ്റർ വരെ വിസ്തീർണമുള്ള വീടുകൾക്ക് ചുരുങ്ങിയത് 50% പെർമിറ്റ് ഫീസ് കുറയുന്ന രീതിയിലാണ് നിരക്ക് പുതുക്കി നിശ്ചയിച്ചത്. പുതിയ നിരക്കനുസരിച്ച് കോർപ്പറേഷൻ പരിധിയിൽ 81 മുതൽ 150 ചതുരശ്ര മീറ്റർ വരെ വിസ്തീർണമുള്ള വീടുകളുടെ പെർമിറ്റ് ഫീസ് 60% കുറയുമെന്ന് മന്ത്രി MB രാജേഷ് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. പാരീസ് നഗരഹൃദയത്തിലൂടെ ഒഴുകുന്ന സെൻ നദിയിലെ ഓളങ്ങൾ കാത്തിരിക്കുന്നത് ചരിത്രത്തിന്റെ ഭാഗമാകാനാണ്. ഒളിമ്പിക്സ് ദീപം തെളിയാൻ ഇനി 2 പകൽ മാത്രം. വെള്ളിയാഴ്ച രാത്രി 11 മണി മുതൽ ഉദ്ഘാടന ചടങ്ങുകൾ ആരംഭിക്കും. അത്ലറ്റുകൾ സെൻ നദിയിലൂടെ ബോട്ടുകളിൽ ദേശീയ പതാകയേന്തി മാർച്ച് പാസ്റ്റ് നടത്തുന്നതാണ് സവിശേഷത. ഇരു കരകളിലുമായി 6 ലക്ഷത്തോളം പേർ ഈ മഹാമേളയിൽ ഇതുവരെ കാണാത്ത കാഴ്ചകൾക്ക് സാക്ഷിയാകും. ഉദ്ഘാടന ചടങ്ങുകൾ സ്റ്റേഡിയത്തിന് അകത്തുനിന്ന് ഒരു നഗരത്തിലേക്കാകെ പരക്കുന്നുവെന്നാണ് ഒളിമ്പിക്സിലെ ഫ്രഞ്ച് വിപ്ലവം. പ്രതിപക്ഷ പാർട്ടികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ 27-ാം തീയതി നടക്കുന്ന നീതി ആയോഗ് യോഗം ബഹിഷ്കരിക്കും. കേന്ദ്ര ബജറ്റിലെ അവഗണനയിൽ പ്രതിഷേധിച്ചാണ് ഇത്. തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിന് പിന്നാലെ കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരും ബഹിഷ്കരിക്കാൻ തീരുമാനിച്ചു. യോഗത്തിൽ പങ്കെടുക്കില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നേരത്തെ അറിയിച്ചിട്ടുണ്ട്. കർണാടകയിലെ അങ്കോളയിൽ മണ്ണിടിച്ചിലിൽ അകപ്പെട്ട അർജുന്റെ ട്രക്ക് 9 ദിവസം നീണ്ട കാത്തിരിപ്പിനും കഠിന പ്രയത്നത്തിനുമൊടുവിൽ കണ്ടെത്തി. ദുരന്ത വാർത്തയുടെ 10ാം നാൾ രക്ഷാപ്രവർത്തകർ അർജുന്റെ അടുത്തെത്തും. ട്രക്ക് ഉയർത്താനും അർജുനെ കണ്ടെത്താനുമുള്ള പ്രവർത്തനങ്ങൾ വ്യാഴാഴ്ച നടക്കും. മലയാളിയായ റിട്ടയേർഡ് മേജർ ജനറൽ M ഇന്ദ്രബാലൻ രക്ഷാപ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കും. നേപ്പാളിലെ ത്രിഭുവൻ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്ന് പറന്നുയരുന്നതിനിടെ സ്വകാര്യ വിമാനം തകർന്നു വീണ് 4 വയസ്സുകാരനുൾപ്പെടെ 18 പേർ മരിച്ചു. ശൗര്യ എയർലൈൻസിൻ്റെ N9MME എന്ന ചെറുവിമാനമാണ് ബുധനാഴ്ച പകൽ 11:11 അപകടത്തിൽപ്പെട്ടത്. സിനിമാ മേഖലയിൽ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് പഠിച്ച ജസ്റ്റിസ് K ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തുവിടുന്നത് ഹൈക്കോടതി തടഞ്ഞു. ബുധനാഴ്ച റിപ്പോർട്ട് പുറത്തുവിടാനിരിക്കെയാണ് നടപടി. സിനിമാ നിർമ്മാതാവ് സജിമോൻ പാറയിൽ നൽകിയ ഹർജി പരിഗണിച്ച് ഒരാഴ്ചത്തെ സ്റ്റേയാണ് ജസ്റ്റിസ് PM മനോജ് നൽകിയത്. റിപ്പോർട്ട് കൈമാറണമെന്ന വിവരാവകാശ കമ്മീഷൻ ഉത്തരവ് സ്റ്റേ ചെയ്യണമെന്നും റിപ്പോർട്ട് പുറത്തുവിടരുതെന്നുമാണ് ഹർജിയിലെ ആവശ്യം. എതിർകക്ഷികൾക്ക് നോട്ടീസ് അയക്കാൻ നിർദ്ദേശിച്ച കോടതി കേസ് 31-ന് വീണ്ടും പരിഗണിക്കും. അപേക്ഷ സമർപ്പിച്ച മാധ്യമപ്രവർത്തകർ ഉൾപ്പെടെ 5 പേർക്കാണ് ബുധനാഴ്ച വൈകിട്ട് 4-ന് റിപ്പോർട്ട് കൈമാറാൻ തീരുമാനിച്ചിരുന്നത്. 295 പേജുള്ള റിപ്പോർട്ട് സ്വകാര്യതയെ ഹനിക്കുന്ന ഭാഗങ്ങളുള്ള 62 പേജ് ഒഴിവാക്കി പുറത്തുവിടാനാണ് വിവരാവകാശ കമ്മീഷൻ ഉത്തരവിട്ടിരുന്നത്.
2 ദിവസത്തെ സന്ദർശനത്തിന് എത്തിയ ബ്രിട്ടീഷ് വിദേശകാര്യമന്ത്രി ഡേവിഡ് ലാമിയുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചർച്ച നടത്തി. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം ശക്തിപ്പെടുത്താൻ എല്ലാ സഹായവും പ്രധാനമന്ത്രി വാഗ്ദാനം ചെയ്തു. ദേശസുരക്ഷ, സാമ്പത്തിക വികസനം തുടങ്ങിയ കാര്യങ്ങളിൽ സാങ്കേതികവിദ്യയുടെ വർദ്ധിച്ചുവരുന്ന പ്രാധാന്യം തിരിച്ചറിഞ്ഞ് ഇന്ത്യയും ബ്രിട്ടനും തമ്മിൽ പുതിയ സാങ്കേതിക സുരക്ഷാ സംരംഭം ടെക്നോളജി സെക്യൂരിറ്റി ഇനിഷ്യേറ്റീവ് ആരംഭിക്കും. അധികാരം ഏറ്റ ശേഷമുള്ള ലാമിയുടെ ആദ്യ ഇന്ത്യ സന്ദർശനമാണ് ഇത്. തിരുവനന്തപുരം പള്ളിച്ചൽ ഫാർമേഴ്സ് സർവീസ് സഹകരണ ബാങ്കിൽ നിക്ഷേപകന്റെ പ്രതിഷേധം. പണം തിരികെ നൽകാത്തതിൽ പ്രതിഷേധിച്ച് ബാങ്കിൽ നിന്ന് ഇറങ്ങാൻ തയ്യാറാകാതെ നിക്ഷേപകനും കുടുംബവും. സ്ഥിരം നിക്ഷേപമായി ബാങ്കിലിട്ട 1.5 ലക്ഷം രൂപ പല അവധി കഴിഞ്ഞിട്ടും തിരിച്ചു നൽകുന്നില്ലെന്നാണ് പരാതി. UDF ആണ് പള്ളിച്ചൽ ഫാർമേഴ്സ് സർവീസ് സഹകരണ ബാങ്ക് ഭരിക്കുന്നത്. പാർട്ടിയുടെ എല്ലാ ഘടകങ്ങൾക്കും പെർഫോമൻസ് ഓഡിറ്റ് നടപ്പാക്കാൻ കോൺഗ്രസ്. DCC, ബ്ലോക്ക്, മണ്ഡലം തലം വരെയുള്ള നേതാക്കളുടെ പ്രവർത്തനം വിലയിരുത്തുന്നത് KPCC ഭാരവാഹികൾ ആകും. വയനാട് ക്യാമ്പ് എക്സിക്യൂട്ടീവിലെ തീരുമാനത്തിനനുസൃതമായി ഇറക്കിയ സർക്കുലറിലാണ് പരിഷ്കാരങ്ങളെക്കുറിച്ച് പറയുന്നത്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിന് മുന്നൊരുക്കവും തുടങ്ങി കോൺഗ്രസ്. കണ്ണൂർ കോർപ്പറേഷന്റെ ചുമതല KPCC പ്രസിഡന്റ് K. സുധാകരനും കൊച്ചിയുടേത് പ്രതിപക്ഷ നേതാവ് VD സതീശനും ഏറ്റെടുത്തു. മറ്റ് കോർപ്പറേഷനുകളുടെ ചുമതലയും മുതിർന്ന നേതാക്കൾക്കാണ്. കോഴിക്കോട് രമേശ് ചെന്നിത്തല, തിരുവനന്തപുരം PC വിഷ്ണുദാസ്, തൃശൂർ റോജി M. ജോൺ, കൊല്ലം VS ശിവകുമാർ. നിയമസഭയിൽ പ്രതിപക്ഷ വനിതാ MLAയോട് പൊട്ടിത്തെറിച്ച് ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാർ. നിങ്ങൾ ഒരു സ്ത്രീയാണ്, നിങ്ങൾക്കൊന്നും അറിയില്ല എന്നായിരുന്നു RJDയിലെ രേഖാദേവിയോട് നിതീഷ് കുമാർ പറഞ്ഞത്. ബീഹാറിന്റെ പ്രത്യേക പദവിയും സംവരണവും ഉന്നയിച്ച് പ്രതിപക്ഷം സഭയിൽ മുദ്രാവാക്യമുയർത്തിയതോടെയാണ് മുഖ്യമന്ത്രി കോപാകുലനായത്. മുഖ്യമന്ത്രിയുടെ പരാമർശം സഭയ്ക്ക് അകത്തും പുറത്തും ബഹളത്തിന് ഇടയാക്കി. ഇതോടുകൂടി ഇന്നത്തെ പ്രധാന വാർത്തകൾ വായിക്കുന്നത് അവസാനിപ്പിക്കുന്നു. കേട്ടുകൊണ്ടിരുന്ന എല്ലാവരെയും നന്ദി അറിയിക്കുന്നു. നല്ല ദിവസം ആശംസിക്കുന്നു. നമസ്കാരം.